മനസ്സുണർന്നാകട്ടെ മതമേതെങ്കിലുമാകട്ടെ മാനവത്തിൻ ചില്ലയിലെല്ലാം വാർപ്പുകൾ വിടരട്ടെ മനസ്സുണർന്നാകട്ടെ. ഏകദേശം 27 കൊല്ലമായി പ്രവർത്തിച്ചു വരുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച യൂണിറ്റുകൾ കടമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഹോമിയോ ആശുപത്രി സ്കൂളുമായി ചേർന്ന് നടത്തുന്ന ഈ ഹോമിയോ ക്യാമ്പ് വളരെ വിജയകരമായി നടത്താൻ സാധിക്കട്ടെ. നിങ്ങളുടെ ഓരോ വിദ്യാർത്ഥികൾക്കും ആ ഹോമിയോ ഡോക്ടറിൽ നിന്നുള്ള ഈ ക്യാമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കടമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രിയപ്പെട്ട NSS വിദ്യാർത്ഥികൾക്ക് നേർന്നുകൊണ്ട് ഈ ഒരു ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്കറിയാം പാഠ്യേതര രംഗങ്ങളിൽ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള വിവിധതരം പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതിന് ചില പദ്ധതിയെ കുറിച്ച് ഞാൻ പേരെടുത്ത് പറയാം. അടിസ്ഥാനത്തിൽ പുതിയതിനെ കൂടി പ്രയോജനകരമാവുന്ന തരത്തിലേക്ക് ഈ മെഡിക്കൽ ക്യാമ്പ് ഏറ്റവും സന്തോഷമായ വിജയകരമായി തീർച്ചയായും മാത്രമാണ്. ഫിസിക്കലി മെന്റലി നമ്മൾ ആ ബാലൻസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതിനൊരു ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ജനകീയമായ വൈസ് പ്രസിഡന്റ് വളരെയേറെ പുറപ്പെടും. അതുപോലെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റിയോട് കൂടുതൽ സമയം അനുഗമിച്ചുകൊണ്ടുണ്ട്. എനിക്കും അതിൽ പങ്കെടുക്കേണ്ടതുണ്ട്. നമ്മുടെ സ്കൂളിൽ ഏറ്റവും നന്നായി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യൂണിറ്റാണ് VHSലെ NSS യൂണിറ്റ്. നല്ലൊരു കോർഡിനേറ്ററെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നാഷണൽ സർവീസ് ടീമിന്റെ നേതൃത്വത്തിൽ കടമംഗലം ഗ്രാമപഞ്ചായത്ത് സർക്കാർ ഹോമിയോ മെഡിക്കൽ ഡിസ്പെൻസറിയുടെയും സംയുക്തമായിട്ട് നടത്തുന്ന ഈ മെഡിക്കൽ ക്യാമ്പ് നമ്മുടെ ഈ പരിപാടി അറേഞ്ച് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് അറിയിക്കുകയും മാഡം അതിൽ ഡേറ്റ് തരികയൊക്കെ ചെയ്തു. അതനുസരിച്ച് ഞാൻ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് സംഘടിപ്പിക്കുകയാണ്. നമ്മുടെ ഏത് പരിപാടി പറഞ്ഞാലും കടമംഗലം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളും നമ്മുടെ ആ പരിപാടിക്ക് വേണ്ടുന്ന പിന്തുണ. മനസ്സ് നന്നാവട്ടെ. ഞാൻ വിവേകാനന്ദ സ്കൂളിൽ VHSലെ NSSന്റെ ലീഡറാണ്. നമ്മൾ വയനാട്ടിലേക്ക് പണം നൽകുന്നതിന് ഒരു ബിരിയാണി ചലഞ്ചിലൂടെയാണ് പൈസ കണ്ടെത്തുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നടപടിയാണ്, ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ബിരിയാണി കൊടുത്ത് കൂടെയാണ് പൈസ കണ്ടെത്തുന്നത്. 130 രൂപ ഒരു ബിരിയാണി. അങ്ങനെയാണ് ചലഞ്ച് നടത്തിയാണ് പൈസ കണ്ടെത്തുന്നത്. അതിൻ്റെ നടപടികളാണ് ഇവിടെ കണ്ടത്. നമ്മുടെ NSSന്റെ വകയായിട്ട് വയനാട് ദുരിതബാധിത പ്രദേശങ്ങളിലെ 150 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുവാൻ സ്റ്റേറ്റ് NSSL തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സ്കൂൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദൗത്യമാണ് ബിരിയാണി ചലഞ്ച്. ഇതിലൂടെ ലഭിക്കുന്ന തുക നമ്മുടെ സ്റ്റേറ്റ് സെല്ലിലേക്ക് കൈമാറുന്നു. അപ്പോൾ ബിരിയാണി ഇന്ന് ഇതിനു വേണ്ടി ഓർഡർ ചെയ്തിരിക്കുന്ന ബിരിയാണിയുടെ കൈമാറ്റ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. ഇത് കൈമാറുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ VHSയുടെ NSS യൂണിറ്റിൻ്റെ പ്രോഗ്രാം ഓഫീസർ ശ്രീ ഷൈജു സാറിനെ ക്ഷണിക്കുന്നു. ഇത് ഏറ്റുവാങ്ങുന്നതിന് VHS പ്രിൻസിപ്പൽ ശ്രീ സോയ് സാറിനെ ക്ഷണിക്കുകയാണ്. ഓടി